ഞാൻ പറിച്ചു തരാം. അതൊക്കെ പറിച്ചു തരാം. ഇന്നൊരു കരച്ചിൽ ദിവസമാണേ. കുറച്ച് ദിവസമായിട്ട് ഇളക്കമുള്ള ഒരു പല്ലിന് ഇന്ന് ഇളക്കത്തോടെ ഇളക്കം. അപ്പം ഞാൻ പറിച്ചു തരാമെന്ന് പറഞ്ഞതിലുള്ള സങ്കടമാണത്. ഞാൻ പറിച്ചു തന്നതിലുള്ള ഒരു അനുഭവം അവന് മുന്നേ ഉള്ളതുകൊണ്ട് അവൻ എന്നെക്കൊണ്ട് തൊടിക്കണില്ല കേട്ടോ. ഞാൻ മുന്നേ ഒരു പല്ല് പറിക്കാൻ വേണ്ടിയിട്ട് അവനോട് ഞാൻ പറഞ്ഞു വേദന ഇല്ലാണ്ട് പറിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് നൂല് കെട്ടിയിട്ട് ഒറ്റ വലിക്ക് പറിച്ചെടുത്തൊരു അനുഭവം അവനുണ്ട്. അതുകൊണ്ട് അവൻ എന്നെക്കൊണ്ട് തൊടിക്കത്തില്ല. അങ്ങനെ പട്ടിയൊട്ട് പുല്ല് തിന്നിയില്ല, പശുവിനെ കൊണ്ടൊട്ട് തീറ്റിക്കില്ലെന്ന് പറഞ്ഞാൽ അവൻ പറിക്കുകയില്ല, എന്നെ കൊണ്ടൊട്ട് പറപ്പിക്കുകയില്ല. അങ്ങനെ അവസാനം ഞങ്ങളൊരു തീരുമാനത്തിലെത്തി ഹോസ്പിറ്റലിൽ പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ റെഡി ആവാണ്. വൈദിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനാണ് കേട്ടോ. ഹോസ്പിറ്റലിൽ പോയാൽ എങ്ങനെയായിരിക്കും പല്ലെടുക്കുക, എങ്ങനെയായിരിക്കും പല്ല് പറിക്കുക, ഡോക്ടർ എന്തായിരിക്കും ചെയ്യുക എന്നൊക്കെ ഉള്ള ആകെ ടെൻഷനിലാണ്. ആദ്യമായിട്ടാണ് ഹോസ്പിറ്റലിൽ പോയി പല്ലെടുക്കാൻ പോണത്. അപ്പം ഞങ്ങൾ റെഡി ആവാണ്. റെഡിയായി ഓട്ടോയ്ക്കാണ് കേട്ടോ പോണത്. ഓട്ടോയ്ക്ക് നമ്മുടെ അടുത്തുള്ളൊരു ചെറിയൊരു ഡെൻ്റൽ ക്ലിനിക്കിലാണ്. വഴിക്ക് ആൾക്ക് ഭയങ്കര ടെൻഷനാണ്. എന്തായാലും അവിടെ ചെന്ന് കഴിഞ്ഞ് ഡോക്ടർ അവനെ കുറേ സമാധാനിപ്പിച്ച് കഴിഞ്ഞിട്ട് മരവിക്കാൻ വേണ്ടിയിട്ട് സ്പ്രേ ഒക്കെ ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ആൾ കൂളായി. അതിനുശേഷം ഒറ്റ വലിക്ക് ഡോക്ടർ പല്ല് പറിച്ചെടുത്തു. പല്ല് പറിച്ചതുപോലും അവൻ അറിഞ്ഞില്ല. അപ്പോൾ ആൾ കൂളായിട്ട് വീട്ടിൽ വന്നു, പല്ലൊക്കെ കാണിച്ചു തന്നു, മോണയൊക്കെ കാണിച്ചു തന്നു. നന്നായിട്ടുണ്ടോ അമ്മ, എന്നെ കാണാൻ ഇപ്പോൾ ഗ്ലാമറൊക്കെ പോയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു ആൾ സുന്ദരനായിട്ടുണ്ടെന്ന്. അപ്പം ഞാൻ ഹാപ്പി, അവനും ഹാപ്പി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റ ബൈ ബൈ, സീ യു.